ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മഴ തോർന്ന സമയത്ത് ഇച്ചിരി വിളവെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ നമുക്ക് പഴച്ചെടിക്ക് ചെയ്തു കൊടുക്കാൻ ഒരു പണിയുണ്ട്. അതിപ്പോൾ എന്നെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ച് ഇരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, ആ ചെടി ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാണെന്നേ. അപ്പോൾ നമുക്ക് ചെടി മാറ്റി നടുന്നതിലേക്ക് പോകാം. ഈ ചെടി കണ്ടോ, ഇതാ നമുക്കിന്ന് മാറ്റി നടാനുള്ളത്. ഇത് ബക്കറ്റ് മുഴുവനും ഇതുപോലെ ഉണ്ട്, ഇങ്ങനെ പൊടിഞ്ഞു പോകും കണ്ടോ. ഇത് ദ്രവിച്ചു പോയത് കൊണ്ട് ആ ബക്കറ്റ് പൊട്ടിപ്പോയതാണ്. മാത്രമല്ല ആ കാറ്റ് സ്ഥിരമായി വീശിയ സമയത്താണ് ഇതിങ്ങനെ മറിഞ്ഞ് വീണ് പൊക്കി വെച്ച് വീണ്ടും മറിഞ്ഞ് വീണ് അങ്ങനെയാണ് അത് ഇത്രയും പൊട്ടി തകർന്നു പോയത്. ഇതിനകത്ത് നിൽക്കുന്ന നല്ല കായ പിടിക്കുന്ന ഒരു ലൊങ്കൻ ചെടിയാണേ, നല്ല ചെടിയാണ്. അപ്പോൾ ഇത് എന്നെക്കൊണ്ട് തന്നെ പറ്റാത്തതുകൊണ്ട് എന്നെ സഹായിക്കാൻ ഇന്നിവിടെ ഒരാൾ വന്നിട്ടുണ്ട്. രാജീവ് ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ രാജീവേ, അതവിടെ ഞാൻ കെട്ടി വെച്ചിരിക്കുവാണേ. ആ കെട്ടഴിച്ചിട്ട് അതിനെ ഇങ്ങോട്ട് താഴെടുത്ത് വെച്ച് എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റാം. ഈ പാത്രത്തിലേക്കാണ് ഇതിനെ മാറ്റി നടുന്നത്. ഇതിൻ്റെ ഈ സൈഡിലും ഹോളുണ്ട്, അതുപോലെ ഇപ്പുറത്തെ സൈഡിലും 4 വശത്തും ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഹോളിനെ നമുക്ക് ഈ ഓട് കഷ്ണം വെച്ചിട്ട് അടയ്ക്കണം. എന്നാൽ 4 വശം അടച്ചോ. 4 കഷ്ണം ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു കഷ്ണം കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് വരണേ. പേരയിലൊക്കെ കണ്ടോ, പേരയ്ക്ക പിടിക്കുന്നുണ്ട് കണ്ടോ. ഇത് കണ്ടോ. ഇനി ഇതിൻ്റെ അടിയിലോട്ട് ആദ്യം ഇടേണ്ടതേ തൊണ്ടിൻ്റെ കഷ്ണം ഇടണേ. മുഴുവനെ തൊണ്ടിട്ടാലും കുഴപ്പമില്ല, കാരണം ഇതിങ്ങനെ അവിടെ അടിഞ്ഞ് ഏറ്റവും അടിയിൽ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നതല്ലേ. ഇനി ആ തൊണ്ട് ഇങ്ങോട്ട് ഇട്ടാൽ മതി, കമത്തി വെക്കണേ. അപ്പം നമ്മൾ വെച്ച ഓടും കഷ്ണത്തിലോട്ട് ചാരി വെച്ചു. അപ്പോൾ അവരവിടെ നിന്ന് അനങ്ങുകയില്ല. അത്ര ഉള്ളതുണ്ട് അതിനകത്ത്. എന്നാൽ ഒരു 3-4 തൊണ്ട് കൂടെ ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് കുറച്ച് ഉണങ്ങിയില, കുറച്ചില ഇട്ടാൽ മതി ഈ തൊണ്ടിൻ്റെ മേളിലോട്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഇവിടെ പറിച്ചു വെച്ചിരിക്കുന്ന പച്ചയിലകളൊക്കെ ഇല്ലേ, ആദ്യം ഇങ്ങോട്ട് കുറച്ചിട്ടു. അതുപോലെ ഉണങ്ങിയ ഇലയുടെ മേളിലോട്ട് നമ്മൾ കുറച്ച് പച്ചിലകളാണ് ഇടുന്നത്. ഇനി നമ്മളിട്ട ഈ പച്ച ഇലയുടെ മേളിലോട്ട് നമ്മൾ കുറച്ച് മണ്ണിടും. ഈ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണ് മിച്ചം വരുന്നതിനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് ചാണകപ്പൊടിയും മണ്ണും ഉമിയും ചകിരിച്ചോറും ചേർന്നതാണ്. അതിനെ നമ്മൾ നേരെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രം മണ്ണേ ഉള്ളൂ കേട്ടോ. ഇനി രാജീവേ, ആ ചെടിയെ എടുത്ത് അതേപടി പൊക്കി ഇതിനകത്തോട്ട് വെച്ചു. ഈ ചെടിയെ എടുത്ത് ഇറക്കി വെച്ചിട്ട് ഈ സാധനത്തിനെ എടുത്ത് അവിടെ വെക്കണം. എന്നാൽ അതെടുത്ത് താഴെ പോയി. ചെടിയെ പിടിച്ചാൽ മതി. അത് പൊട്ടിച്ച് കളഞ്ഞു വേണമെങ്കിൽ. അതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് എൻ്റെ നാരങ്ങ എല്ലാം പൊഴിഞ്ഞു പോകും. ഇങ്ങനെയിട്ട് കറക്കുക കണ്ടോ. ഇതുപോലെ നമുക്ക് ഈ കവർ അങ്ങോട്ട് പൊട്ടിച്ചിട്ടേ അതിൻ്റെ മുകളിലിരിക്കുന്ന കുറച്ച് പുല്ലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് അങ്ങ് പറിച്ച് കളയാം. ഇനി പോയില്ലെങ്കിൽ നമ്മളതങ്ങ് ആ ഭാഗത്തെ മണ്ണങ്ങ് ചെത്തിയെടുത്ത് കളഞ്ഞാലും മതി. ഇതിപ്പോൾ അതിനകത്തോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ലായിരിക്കുമല്ലോ, അതുകൊണ്ട് സൈഡ് ചെത്തണമെന്നില്ല. അതേസമയം നമ്മളിത് ഈ ഇരുന്ന പാത്രത്തിൽ നിന്ന് ഇതേപോലത്തെ ബക്കറ്റിലേക്കാണ് വീണ്ടും മാറ്റി നടുന്നതെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ചെത്തിക്കളയാം കേട്ടോ. സൈഡൊക്കെ ചെത്തിക്കളഞ്ഞാലും പുതിയ വേരുകൾ വീണ്ടും വന്നോളും. അതിനെ എടുത്ത് അതേപോലെ അത് വെച്ച് കഴിഞ്ഞാൽ രാജീവിനെടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടാവുമോ? അപ്പോൾ പാത്രം വെച്ചോ, ആദ്യം പാത്രം വെച്ചോ. ഇനി ചെടിയും പാത്രവും കൂടെ എടുക്കണേ, പാടല്ലേ. നമ്മളിത് ഇതുപോലെ പാത്രത്തിലേക്ക് ഈ ചെടിയെ വെച്ചിട്ട് തിരിച്ച് നമ്മൾ അതിരുന്ന സ്ഥലത്തേക്ക് വെക്കുവാണേ. മതി. എന്നാ പുറത്തോട്ട് നിന്നാൽ ഒരെണ്ണം പോലും എനിക്ക് കിളി തരുമെന്ന് തോന്നുന്നില്ല. എൻ്റെ തണ്ടയിലൊക്കെ പിടിച്ച തണ്ടയില അതിൻ്റെ കായെല്ലാം ഉണ്ടാകുന്നത്, എല്ലാം പൊഴിഞ്ഞു പോകും കേട്ടോ. കണ്ടോ, പൂത്ത് നിൽക്കുന്നുണ്ടോ സൈഡ് തണ്ടയിലെല്ലാം. ഇതിനെ നമ്മൾ സെൻറ്ററിലോട്ട് തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് മണ്ണിനെ നമുക്ക് ഇടിച്ചൊക്കെ കളയാം ഇതിനകത്തോട്ട് താഴോട്ട്. അല്ലെങ്കിൽ ബാക്കി വരുന്ന ഗ്യാപ്പ് കണ്ടോ രാജീവേ, അതിലൂടെ കുറച്ച് മണ്ണിട്ടേ നമ്മൾ സൈഡിൽ കൂടെ വരുന്ന ഇടയിൽ മണ്ണങ്ങോട്ട് ഇട്ട് നിറയ്ക്കുവാണേ. കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഉണങ്ങിയില ഇടാവേ. ഏകദേശം നമ്മളത് വെച്ചിട്ടുണ്ട്. ഇനി ആ വരുന്ന ഗ്യാപ്പിൽ കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇട്ടിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മൾ മണ്ണിടുകയാണ്. കാരണം മണ്ണ് കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണേ. അപ്പം നമ്മളിതേ ഇവിടെ കണ്ടോ കുറച്ച് ഗ്യാപ്പ് കിടപ്പുണ്ട് മണ്ണിടാതെ. അപ്പോൾ അവിടേക്ക് നമുക്ക് ഇച്ചിരി ചാണകപ്പൊടിയും
എന്തെങ്കിലും തരത്തിലുള്ള ജൈവവളവും കൂടെ ചേർത്ത് കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മഴയൊക്കെ പെയ്യുമ്പോൾ, ഇപ്പോൾ മഴക്കാലമാണല്ലോ, മഴ പെയ്യുമ്പോൾ ഇതിനൊരു ഇരുത്തം വരും. നമ്മൾ അടിയിലിട്ടിരിക്കുന്നതെല്ലാം അവിയുന്ന തരത്തിലുള്ള പച്ചിലകളും അതുപോലെ വാഴയുടെ ഇലകളും ഉണങ്ങിയ ഇലകളും ഒക്കെയാണ്. അതിന് ഇരുത്തം വന്നു കഴിയുമ്പോൾ നമുക്ക് ലെവലാക്കി മണ്ണ് ഇട്ടിട്ട് ശരിയാക്കിയാൽ മതി. അപ്പം മാറ്റുനടൽ ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുവാണേ. ഇനി നമുക്ക് ചെയ്യാമെന്ന് പറയുന്ന വേറൊരു കാര്യമാണുള്ളത്. ഇത് നമ്മുടെ ബെയറാപ്പിളിൻ്റെ ചെടിയാണേ. ഇത് കണ്ടോ, ഒക്ടോബർ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെടിയുടെ പഴക്കാലം എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ ചെടിയാണ്. അപ്പം ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഈ സമയത്ത് നന്നായി പൂക്കളും വരുന്നുണ്ട്. പൂക്കളിൽ നിന്നെല്ലാം കായ്കളും വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ കായ്കൾ വരുന്ന അവസരത്തിൽ പല ആളുകളും പരാതി പറയുന്നതാണ്, പൂക്കൾ വന്നിട്ട് കായ്കളാകാതെ കൊഴിഞ്ഞു പോകുന്നു. ഈ കമ്പയിലൊക്കെ കണ്ടോ, നിറയെ പൂക്കൾ വന്നിരിക്കുവാണ്. ഇതെല്ലാം കായ്കളായി മാറാതെ പോകുന്നതിനും അതുപോലെ ചെറിയ കായ്കളായി മാറിയതിന് ശേഷവും കായ്കളെല്ലാം കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോവുകയും ചെയ്യുന്നതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതിൽ പിടിക്കുന്ന ഫംഗസ് ബാധയാണേ. അപ്പം നമ്മൾ ഫംഗസ് വരാതെ നോക്കണം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പോളിനേഷൻ നടന്ന പൂക്കൾ മാത്രമാണ് കായ്കളായി മാറുന്നത്. അപ്പോൾ പോളിനേഷൻ നടക്കുന്നതെന്ന് പറയുന്നത്, പോളിനേഷൻ നടത്തുന്ന പ്രധാന ആൾക്കാർ ഈ കുഞ്ഞു പൂക്കൾക്കകത്ത് നമുക്ക് അത്ര കാര്യമായിട്ട് പോളിനേഷൻ നടത്തി കൊടുക്കാൻ സാധിക്കില്ല. അപ്പം തേനീച്ചകളാണ്, ചെറു തേനീച്ചകളാണ് പ്രധാനമായും ഈ ബെയറാപ്പിളിൻ്റെ ചെടികളിൽ പോളിനേഷൻ നടത്തുന്നത്. അപ്പം പോളിനേഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ നടത്തി കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഒരു തരത്തിലുള്ള രാസകീടനാശിനികളും ഈ സമയത്ത് ഈ ചെടിക്കോ ഇതിൻ്റെ പരിസരത്ത് നിൽക്കുന്ന ചെടികൾക്കോ നമ്മൾ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ തേനീച്ചകൾ തന്നെ ഇല്ലാതായി പോവുകയും പോളിനേഷൻ നടക്കാതെ പോവുകയും കായ്കളായി മാറാതെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ പൂക്കൾ വന്ന് കായ പിടിക്കുന്ന അവസരത്തിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായി നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയും. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചില്ലി ജാസ്മിൻ ഫിഷ് അമിനോ ആസിഡ് എന്ന് നിങ്ങൾ യൂട്യൂബിനകത്ത് നോക്കിയാൽ നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല എളുപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാനും അറിയാനും പറ്റും. അപ്പോൾ ഇതേപോലെ ഫിഷ് അമിനോ ആസിഡ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 മില്ലി നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ 2 മില്ലി മതി. നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ 5 മില്ലി വരെ ഉപയോഗിക്കാനായിട്ട് പറ്റും 1 ലിറ്റർ വെള്ളത്തിൽ. എന്നിട്ട് ഇതങ്ങോട്ട് നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ എല്ലാ ഇലകളിലും പൂക്കളിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ നമ്മളിതങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു പരിധി വരെ പൂക്കളുടെ കൊഴിച്ചിൽ കുറഞ്ഞു പോവുകയും ചെയ്യും, കൂടുതൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഇനി ഇത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടും പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലം പരിപാടിയുണ്ടേ, കാണിച്ചു തരാം. ഇത് ബിവേറിയയാണേ. അപ്പോൾ കുറച്ച് ബിവേറിയ എടുത്തിട്ട് ഞാൻ ഇത്രയും ബിവേറിയ എടുക്കുന്നുണ്ട്. അതായത് 1 ലിറ്ററിനകത്ത് 20 ഗ്രാമാണേ. ഞാൻ ഇത്ര എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ. കൈ വെച്ച് ഇളക്കുവാണെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചോണം. ഗ്ലൗസ് ഉപയോഗിക്കാതെ ഇളക്കാനായിട്ട് നിൽക്കരുത്. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ആയി വരുവാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുവേ. ഇത് കണ്ടോ, ഇതുപോലെ നമ്മളൊരു പേസ്റ്റ് പോലെ ആക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളത്തിനകത്ത് ബാക്കി കലക്കാനായിട്ട് എളുപ്പമാണേ. ഇനി ഞാൻ ഇതുപോലെ ഈ 5 ലിറ്ററിൻ്റെ പാത്രത്തിലാണ് സ്പ്രേയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമുക്കിത് 5 ലിറ്ററാക്കി മാറ്റണം. ഇങ്ങനെ അരിച്ചൊഴിക്കുവാണെങ്കിൽ സ്പ്രേയർ അടഞ്ഞു പോകാതിരിക്കും കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുന്നതേ ഇത് ഒരു 2-3 ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണേ. ഇങ്ങനെ ഈ കഞ്ഞിവെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് കണ്ടോ, ഈ കഞ്ഞിവെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കുവാണേ. ഇനി ബാക്കി വെള്ളം ഒഴിച്ച് 5 ലിറ്റർ ആക്കിയാൽ മതി. ഇനി ഇത് അടച്ച് പ്രഷറാക്കിയിട്ട് കാണിക്കാവേ. ഇപ്പം നമ്മളുണ്ടാക്കിയ ബിവേറിയ കഞ്ഞിവെള്ളം ചേർത്തത് നല്ലപോലെ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. മഴക്കാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് ചെയ്താൽ ഈ ചെയ്ത സാധനം കഴുകി പോകുവേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ ഉണ്ടാക്കി 2-3 പ്രാവശ്യം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഫംഗസിൻ്റെ ശല്യം ഉണ്ടാകത്തുമില്ല, ഒറ്റക്കാ പോലും കൊഴിഞ്ഞു പോകത്തുമില്ല കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ വിളവെടുപ്പും കൂടെ നടത്താനുണ്ടേ. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം മഴയൊന്ന് തോർന്നതിന് ശേഷം നടത്താം. ബെയറാപ്പിളിൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം എല്ലാ കാലത്തും ഓൾ സീസൺ ചെടിയായിട്ടാണ് നമ്മളതിനെ കരുതുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ പൂക്കൾ പഴങ്ങളായി മാറുന്നൊരു കാലം ശരിക്കും പറഞ്ഞാൽ ബെയറാപ്പിളിൻ്റെ സമയം എന്ന് പറയുന്നത്
ഒരു ഒക്ടോബർ അവസാനത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ പേരാപ്പിൾ വളർത്തുന്നവരുടെ ഒക്കെ ചെടികൾ ഈ സമയത്ത് പൂവിടുന്നുണ്ടായിരിക്കും, കായ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊന്നുപോലും കൊഴിഞ്ഞു പോകാതെ, ഒന്നുപോലും കരിഞ്ഞു പോകാതെ മുഴുവനും പഴങ്ങളായി കിട്ടുന്നതിനുള്ള സൂത്രപ്പണികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം പേരാപ്പിൾ ഉള്ളവരെല്ലാം ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. ഇനി ഒത്തിരി സാധനങ്ങൾ എനിക്കിവിടെ വിളവെടുക്കാനായിട്ട് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ പെരുമഴ കാരണം വിളവെടുപ്പൊന്നും നടക്കത്തില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ വിളവെടുപ്പ് കാണിച്ചു തരാവേ. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.